ഇടുക്കി മാട്ടുപ്പെട്ടി കുറ്റിയാറുവാലി മേഖലയിൽ ജനവാസ മേഖലയിൽ ഇറങ്ങുന്നത് പതിവാക്കി കാട്ടുകൊമ്പൻ പടയപ്പ. ആന അക്രമ സ്വഭാവം തുടരുന്നതിൽ ജനങ്ങൾ ആശങ്കയിലാണ്. പ്രിൻസ് വിവരങ്ങൾ പങ്കുവെക്കുന്നുണ്ട്. പ്രിൻസ്, പടയപ്പയുടെ ആക്രമണം അത് ഇപ്പോഴെങ്ങും ആരംഭിച്ചതല്ല, വലിയ പ്രശ്നങ്ങൾ നേരത്തെ ഉണ്ടാക്കിയിട്ടുള്ള ഒരാളാണ്. ഇപ്പോൾ എന്താണ് ഏറ്റവും പുതിയ വിവരം? തീർച്ചയായും കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി പടയപ്പ അക്രമകാരിയാണ്. കാലങ്ങളിലൊക്കെ വളരെ ശാന്തനായ ഒരു ആനയായിരുന്നെങ്കിൽ പോലും ഇപ്പോൾ ജനവാസ മേഖലയിലേക്ക് ഇറങ്ങുന്ന സാഹചര്യങ്ങളിലൊക്കെ ആക്രമണങ്ങൾ നടത്താറുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ മൂന്നാർ മാട്ടുപ്പെട്ടി മേഖലയിൽ പതിവായി പടയപ്പ എത്തുന്നുണ്ട്. മാട്ടുപ്പെട്ടി, കുറ്റിയാർവാലി തുടങ്ങിയ പ്രദേശങ്ങളിൽ എത്തുന്ന ആന ചെറിയ തോതിലൊക്കെയുള്ള ആക്രമണ സ്വഭാവം കാണിക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം വാഹനത്തിന് നേരെ ഓടിയെത്തുന്ന ആ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഒപ്പം വഴിയോര കടകളൊക്കെ പതിവായി ആക്രമിച്ച് നശിപ്പിക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം ഇറങ്ങിയ ശേഷം ഈ മേഖലയിലെ കുടിവെള്ള പൈപ്പുകളൊക്കെ തകർത്തു. എന്തായാലും പതിവായി ഈ ആന ഇപ്പോൾ ചെറിയ തോതിലുള്ള ആക്രമണ സ്വഭാവങ്ങൾ കാണിക്കുന്നുണ്ട്. എന്തായാലും നിലവിൽ ഈ ആന പതിവായി ജനവാസ മേഖലകളിൽ ഒരു സാഹചര്യമുണ്ട്. കുറ്റിയാർവാലിയിലെയും മാട്ടുപ്പെട്ടിയിലെയും തോട്ടം മേഖലയിലേക്ക് ചേർന്നും പ്രധാന പാതയോട് ചേർന്നുമൊക്കെ ആന പതിവായി ഒരു കാഴ്ചയുണ്ട്. അതുകൊണ്ട് തന്നെ വാഹനങ്ങളൊക്കെ നിർത്തിയ ആളുകളൊക്കെ ഈ ആനയുടെ ഫോട്ടോ എടുക്കുന്ന ഒരു അവസ്ഥ കൂടിയൊക്കെ ഉണ്ട്. ആ സമയങ്ങളിലൊക്കെ ഈ ആനയുടെ ആക്രമണം ഉണ്ടാകുമോ എന്നുള്ള ആശങ്കയുമുണ്ട്. പ്രത്യേകിച്ചും ടൂറിസ്റ്റുകളായി എത്തുന്നവരൊക്കെ ഈ ആനയെ കാണുന്നു, പ്രത്യേകിച്ച് പടയപ്പയെ കാണുന്ന ഒരു അവസ്ഥയൊക്കെ ഉണ്ടാകുമ്പോൾ ഇന്ന് വാഹനങ്ങളിലൊക്കെ നിർത്തി ഫോട്ടോ എടുക്കാനൊക്കെ ശ്രമിക്കുന്ന സാഹചര്യം കൂടിയുണ്ട്. അതും വലിയ ആശങ്കയ്ക്ക് ഇടവരുത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ ആനയെ ജനവാസ മേഖലയിലേക്ക് ഉൾക്കാരിലേക്ക് മാറണമെന്ന ആവശ്യം പതിവായി നാട്ടുകാർ ഉന്നയിക്കുന്നത്. എന്നാൽ കൃത്യമായ ഒരു ഇടപെടൽ വനംവകുപ്പ് ഈ കാര്യത്തിൽ ഉണ്ടായിട്ടില്ല. പടയപ്പ് പതിവായി ജനവാസ മേഖലയിൽ ഇറങ്ങുന്നുണ്ടെങ്കിൽ പോലും കൃത്യമായ നിരീക്ഷണം നടത്തുന്നതിനോ ജനവാസ മേഖലയിൽ നിന്ന് മാറ്റി തോട്ട മേഖലയിൽ നിന്നൊക്കെ മാറ്റി ഉൾവനത്തിലേക്ക് കടത്തിവിടുന്നതിനോ വനംവകുപ്പ് കൃത്യമായ ഇടപെടൽ നടത്തുന്നില്ലെന്ന് തന്നെയാണ് പടയപ്പയെ നിരീക്ഷിക്കാൻ പ്രത്യേക ടീമുണ്ടെന്നൊക്കെ വനംവകുപ്പ് കൃത്യമായി പറയുന്നുണ്ടെങ്കിൽ പോലും അതിനുള്ള നടപടികളൊന്നും സ്വീകരിക്കുന്നില്ല എന്നാണ് വസ്തുത. ഇതാണ് സാഹചര്യം. ഏതായാലും ജനങ്ങളുടെ ആശങ്ക പരിഹരിക്കാനുള്ള ശ്രമങ്ങൾ പുരോഗമിക്കുന്നുണ്ട്. പടയപ്പ സ്ഥിരം ആ പ്രദേശത്ത് അക്രമകാരിയാണ്, പ്രശ്നക്കാരനാണ്. ഒരുപാട് അനിഷ്ട സംഭവങ്ങൾ സൃഷ്ടിച്ച ഒരു വില്ലൻ കൂടിയാണ് പടയപ്പ.